Hey guys, welcome back to our channel. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എക്സാം ആവാറായല്ലോ, അപ്പോൾ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്ന് വെച്ചാൽ എക്സാം തുടങ്ങാറായതുകൊണ്ട് നമുക്ക് പഠിക്കാൻ തുടങ്ങണമല്ലോ. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യണം, അതിന് റിലേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ലൈക്ക് ചെയ്യണം, പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഞങ്ങളുടെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഞങ്ങൾക്ക് ലീവാണ്. എന്താണെന്ന് വെച്ചാൽ SSLC എക്സാമാണ് ഇപ്പോൾ എൻ്റെ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ലീവാണ്, സ്റ്റഡി ലീവ് പോലെ. അപ്പോൾ പഠിക്കാനുള്ള ടൈം എല്ലാ പ്രാവശ്യത്തിനും കൂടുതലാണ് ഇപ്രാവശ്യം. അപ്പോൾ ആമി സ്കൂളിൽ പോയിട്ടുണ്ട്, എനിക്ക് സ്കൂളില്ല. അപ്പോൾ നെക്സ്റ്റ് മൺഡേ ആണ് എക്സാം നടക്കുന്നത്. നെക്സ്റ്റ് മൺഡേ എന്ന് വെച്ചാൽ 24 ഫെബ്രുവരി 24 എക്സാം തുടങ്ങുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എക്സാം ഇംഗ്ലീഷ് ആണ് കേട്ടോ. ഞാൻ ഇവിടെ ടൈം ടേബിൾ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇവിടെ ടൈം ടേബിൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് സ്കൂൾ ടൈം ടേബിളാണ്, ഒന്ന് എക്സാമിൻ്റെ ടൈം ടേബിളാണ് എഴുതി വെച്ചിട്ടുള്ളത്. 2 ടൈം ടേബിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് എക്സാം ഇംഗ്ലീഷും ലാംഗ്വേജ് ആണ്. എൻ്റെ ലാംഗ്വേജ് സാൻസ്ക്രിറ്റ് ആണ്. അപ്പം ഇംഗ്ലീഷ് ഞാൻ ഏകദേശമൊക്കെ പഠിച്ചു. ഇനി പഠിക്കാനുള്ള സബ്ജക്റ്റ് സാൻസ്ക്രിറ്റ് ആണ്. അത് അത്യാവശ്യം അതൊന്നും പഠിക്കാനില്ല അധികമൊന്നും, എന്നാലും നമ്മൾ ജസ്റ്റ് നോക്കണം. കുറച്ചൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റഡി ടേബിളൊക്കെ ഒന്ന് കാണിച്ചു തരാം, ബുക്കൊക്കെ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ. അപ്പം ഇത് കുറേ കാര്യങ്ങളൊക്കെ അമ്മയുടെ പണിയാണ്. കണ്ടോ, ഇവിടെ താഴത്ത് സ്റ്റിക്കർ ഒട്ടിച്ചതൊക്കെ അമ്മയുടെ പണിയാണ്. മേലത്തെ കുറച്ച് പെൻസിൽ സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കിയത് ഞാനാണ്. ബാക്കിയൊക്കെ ഏകദേശമൊക്കെ അവളുടെ പണിയാണ്. മൊത്തം സെറ്റാക്കിയതൊക്കെ അമ്മയാണ്. പിന്നെ ഇവിടെ ഒരു ഡ്രോയർ വരുന്നുണ്ട്. പിന്നെ ബുക്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ ഞങ്ങൾ കുറേ സ്റ്റിക്കി നോട്ടൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതൊക്കെ എഴുതി വയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അതൊക്കെ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ഗൈസ്, ഇതാണ് നിങ്ങൾ കണ്ടുവല്ലോ സ്റ്റഡി ടേബിൾ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കുറേ സാധനങ്ങൾ. അതിൻ്റെ ഉള്ളിലുള്ള 2 ഡപ്പയിലും മെഴുകാണ് കേട്ടോ. മെഴുക് ഇങ്ങനെ കത്തിക്കാൻ പറ്റും, മെഴുകുതിരി. അതാണ് സംഭവം. പിന്നെ ഒരു ക്ലോക്ക് ഉണ്ട്, പിന്നെ ഒരു ക്ലോക്ക് ടൈം പീസാണ്. പിന്നെ ഇങ്ങനെ ഇതൊക്കെ അമ്മ ഉണ്ടാക്കിയതാണ്, അവളുടെ കലാകൃതാണ്. അപ്പോൾ ഇതൊക്കെ തുറക്കാൻ പറ്റും. ഇതൊക്കെ അവളുടെ സാധനങ്ങൾ കേട്ടോ, ഞാൻ ഒന്നും വയ്ക്കാറില്ല. ഇതൊക്കെ അവൾ, പിന്നെ കോട്ടനൊക്കെ ഉണ്ട്, ഒക്കെ അവൾ വെച്ചുള്ളതാണ്. അപ്പോൾ ഇതാണ് സ്റ്റഡി ടേബിൾ. അപ്പോൾ ഗായ്സ്, ഇന്നിപ്പോൾ എന്താ പറയുന്നത്, അപ്പോൾ നമ്മൾക്ക് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെന്താ, അപ്പോൾ എല്ലാവരും സ്റ്റഡി ടേബിൾ മൊത്തം കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ബുക്സൊക്കെ എടുത്ത് തുടങ്ങാം പഠിക്കാനുള്ളത്. പിന്നെ ഇപ്പോൾ ടൈം എത്രയെന്ന് ഞാൻ കാണിച്ചു തരാം, വായിച്ചെടുക്കുന്നത്. ഇപ്പോൾ 12:02 ടൈം. ഇതിലങ്ങനെ 12:03 അപ്പോൾ ടൈം എത്ര ആയിട്ടുണ്ട്. പിന്നെ രാവിലെ എണീറ്റു, കുളിച്ചു, ചായ കുടിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. നമുക്ക് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. സാൻസ്ക്രിറ്റ് ആണ് ഗൈസ് ഫസ്റ്റ് എടുത്തിട്ടുള്ളത്. ഇംഗ്ലീഷ് ഞാൻ ഏകദേശമൊക്കെ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് സാൻസ്ക്രിറ്റ് പഠിക്കാം. അപ്പോൾ ആനുവൽ എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലാസ്റ്റിൽ പഠിക്കാനാണ് ഇൻട്രസ്റ്റ്. ലാസ്റ്റ് ചാപ്റ്റേഴ്സിൽ നിന്ന് ഫസ്റ്റ് ചാപ്റ്റേഴ്സിലേക്ക് പോകാനാണ് എനിക്കിഷ്ടം. ഫസ്റ്റ് ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട്, മീൻസ് ഓൺ എക്സാമിനും ഫസ്റ്റ് എക്സാമിനൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കണം. അപ്പോൾ ഞാനിപ്പോൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ നെയിമാണ്
അപ്പോൾ ഗൈസ് സാൻസ്ക്രിറ്റിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതിയാലാണ് നമുക്ക് കറക്റ്റായി മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ അതൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുകയാണ്. ഒക്കെ കറക്റ്റ് ആക്കുകയാണ്. ഒരു സംഭവം കാണിച്ചാൽ ഗൈസ്, അമ്മി ഉണ്ടാക്കിയ ഒരു സ്കെയിലാണ്, നിങ്ങൾ കാണുക. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയോ? മനസ്സിലാവുന്ന വിചാരിക്കുന്നു. പിന്നെ എൻ്റെ സ്കെയിലുണ്ട്. അപ്പോൾ ഗൈസ് ഞാനിവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ സാൻസ്ക്രിറ്റ് ഹാൻഡ് റൈറ്റിംഗ് വളരെ കുളമായൊരു ഹാൻഡ് റൈറ്റിംഗ് ആണ്. സാധാരണ എല്ലാ എക്സാമും അടുപ്പിച്ചാണ് വരാറുള്ളത്. എന്ന് വെച്ചാൽ ഇന്നലെ എക്സാം കഴിഞ്ഞാൽ നാളെ എക്സാം, അതിൻ്റെ അപ്പുറത്തെ ദിവസം വേറെ എക്സാം, അങ്ങനെ അടുപ്പിച്ച് വരുന്നതാണ് നമുക്ക് പഠിക്കാൻ ടൈം തരാം. പക്ഷേ ഇപ്രാവശ്യം വളരെയധികം ടൈം ഉണ്ട് ഗൈസ്. ഞാൻ ടൈം ടേബിൾ കാണിച്ചാൽ 24-ാണ് എക്സാം തുടങ്ങുന്നത്. നെക്സ്റ്റ് മൺഡേ. ഇന്ന് വെൻസ്ഡേ ആണ് ടു. ഡേറ്റ് എത്ര? 19. ഇന്ന് 19ആണ്. 24-ന് എക്സാം തുടങ്ങും. അപ്പോൾ അങ്ങനെയാണ്. പക്ഷേ 24 തുടങ്ങി കഴിഞ്ഞാൽ അന്ന് 2 എക്സാം കിട്ടും, ഇംഗ്ലീഷും സാൻസ്ക്രിറ്റും ഉണ്ട്. രാവിലെ ഇംഗ്ലീഷും വൈകുന്നേരം സാൻസ്ക്രിറ്റുമാണ്. സാൻസ്ക്രിറ്റ് പിന്നെ സിമ്പിളായതുകൊണ്ട് നമുക്ക് 2 എക്സാം കുഴപ്പമില്ല. ഇംഗ്ലീഷും കുഴപ്പമില്ല, സിമ്പിളൊക്കെ തന്നെയാണ്, ഞാൻ കുറച്ച് പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെക്സ്റ്റ് എക്സാമാണ് ബേസിക് സയൻസ് ആണ് ഗൈസ്. 8-ലായതുകൊണ്ട് ബേസിക് സയൻസ് ആയിട്ടാണ് വരുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അത് 3 ഒരു ദിവസമാണ് ഞങ്ങൾക്ക് വരുന്നത്. അത് 28-ാം തീയതി ഫ്രൈഡേ ആണ് വരുന്നത്. പിന്നെയുള്ള എക്സാം 6-ാം തീയതിയാണ് മാത്സ്. അതാണ് പ്രശ്നം, മാത്സാണ് ടഫ് സബ്ജക്റ്റ്. എന്നാലും ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ കുറച്ച് ഈസിയായി വരുന്നുണ്ട് മാത്സ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ പിന്നെ മാത്സ് 6-ാം തീയതി. ആദ്യമൊക്കെ എനിക്ക് എല്ലാ പരീക്ഷ ഉച്ചയ്ക്ക് ശേഷം ഒരു മണിക്ക് ഉച്ചയ്ക്കായിരുന്നു. ഇപ്പോൾ രാവിലെ ഇരിക്കും. ബേസിക് സയൻസ് ഉച്ചയ്ക്കാണ് കേട്ടോ. ബാക്കിയൊക്കെ പിന്നെ 6-ാം തീയതി തൊട്ടിട്ട് 27-ാം തീയതി എക്സാം ഉണ്ട്. അതൊക്കെ രാവിലെയാണ് എക്സാം വരുന്നത്. പിന്നെ 11-ാം തീയതിയാണ് ഹിന്ദി എക്സാം. 11-ാം തീയതി ഹിന്ദി ട്യൂസ്ഡേ. പിന്നെ വീണ്ടും 20-ാം തീയതിയാണ് വരുന്നത് ഗൈസ്. 20-ാം തീയതി തേഴ്സ്ഡേ സോഷ്യൽ സയൻസ്. അത് പ്രത്യേകിച്ച് സമയമുണ്ട്, അത്യാവശ്യം സമയം വേണം. കുറേ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് നമുക്ക് സോഷ്യൽ സയൻസിൽ, കുറേ ചാപ്റ്റേഴ്സ് കവർ ചെയ്യാനുണ്ട്. പിന്നെ 25-ാം തീയതിയാണ് മലയാളം സെക്കൻഡ്. മലയാളം എനിക്കൊരു മലയാളമോ സംസ്കൃതമാണ് വേണ്ടിച്ച്. അപ്പോൾ അത് 25-ാം തീയതി. പിന്നെ അത്യാവശ്യം പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ പോവുക, കുറേ എഴുതാത്തുള്ളൂ. പിന്നെ 27-ാം തീയതി ആർട്ട്, ഫിസിക്കൽ ഹെൽത്ത് വർക്ക്. അതും സിമ്പിളാണ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതിയാൽ ആർക്ക്. അപ്പോൾ അതാണ് എക്സാമിൻ്റെ ഒരു ടൈം ടേബിൾ. എന്നാലും കുറേ ദിവസം ലീവ് കിട്ടുന്നുണ്ട് ഗൈസ്. ഒരു പരീക്ഷ പോലും അടുപ്പിച്ചില്ല. അത് അടുപ്പിച്ചുള്ളത് ഇംഗ്ലീഷ് സാൻസ്ക്രിറ്റ് ഒരു ദിവസം. അത് പിന്നെ കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കേണ്ടി. അപ്പോൾ ഗൈസ് ടൈം ഇവിടെ 1:15 ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ പോകണം. ചോറ് കഴിക്കേണ്ടേ? വിശക്കും അല്ലെങ്കിൽ നമുക്ക് പഠിക്കുമ്പോൾ ചോറ് കഴിക്കണം. അപ്പോൾ നമുക്ക് ചോറ് കഴിച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറേ നേരമായിട്ടോ. ചായ കുടിച്ചു. പിന്നെ ഞാൻ ആ ടൈമിൽ എനിക്ക് പഠിക്കാനൊരു മൂഡിനായി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുറച്ച് നേരം പഠിച്ചു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വീണ്ടും പഠിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ ടൈം 6:15 ആയിട്ടുണ്ട് കേട്ടോ. 6:15 ടൈം. അപ്പോൾ നമുക്ക് വീണ്ടും പഠിക്കാൻ പോകാം. അപ്പോൾ നേരത്തെ നമ്മൾ സംസ്കൃതം പഠിച്ചപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. ആദ്യം നമുക്ക് സംസ്കൃതം എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഇംഗ്ലീഷ് നോട്ട്. ഇനി നമുക്ക് ടെക്സ്റ്റ് എടുക്കാം. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? അറിയാമെന്ന് ഞാൻ പറഞ്ഞില്ല. നമുക്ക് നിലത്ത് അപ്പോൾ ഗൈസ് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ദ സ്കൂൾ ഫോർ സിമ്പതി ആണ്. അപ്പോൾ ദ സ്കൂൾ ഫോർ സിമ്പതി പറഞ്ഞ ചാപ്റ്ററാണ്. പഴയ ടെക്സ്റ്റ് ഉണ്ട്, ടെക്സ്റ്റ് എടുക്കാം. ഇതാണ് ഗൈസ് ചാപ്റ്റർ സ്കൂൾ ഫോർ സിമ്പതി. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ചാപ്റ്റർ ഒന്ന് വായിക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ ഓരോന്നൊക്കെ മാർക്ക് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഒരു സംഭവം മാർക്ക് ചെയ്യാൻ പറഞ്ഞു നമുക്കറിയാത്ത വേർഡ്സ് നമ്മൾ ഇതിൽ അണ്ടർലൈൻ ചെയ്യണം. മീനിങ് അതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്യണം. അപ്പോൾ എത്രയാണ് നമുക്ക് പേഴ്സൺഫിക്കേഷൻ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. എന്താണ്
മെറ്റഫർ, സിമിലി അതൊക്കെ കണ്ടിട്ടാണ് പോയത്തിൽ കണ്ടത്. ആ ഒരു ഓർമ്മയിലാണ്. അപ്പോൾ ഗൈസ് വിളക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എണീറ്റ് അപ്പോൾ ഗൈസ് സാൻസ്ക്രിറ്റിൽ ഞാൻ 2 ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. 2 ചാപ്റ്റേഴ്സ് പഠിച്ചല്ലോ. അപ്പോൾ ഇംഗ്ലീഷിൽ ഞാൻ ഓൾറെഡി ഒരു 3 ചാപ്റ്റേഴ്സ് ഞാൻ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുന്നത്തെ ചാപ്റ്റേഴ്സായിരുന്നു അതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശമൊക്കെ. ഇനി 1-2 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളൂ. 3 ചാപ്റ്റേഴ്സ് എത്ര ചാപ്റ്റേഴ്സാണ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. കുറച്ച് ചാപ്റ്റേഴ്സ് ഞാൻ പഠിച്ചിട്ടുണ്ട്, കുറച്ച് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അങ്ങനെ ഞാൻ പഠിക്കുന്നത് പൈസ കുറച്ച് കൈമാറ്റം എഴുതാനുണ്ട്. ഇതാണ് യൂസ് ഇംഗ്ലീഷിൻ്റെ പുതിയ നോട്ട്. ഇത് പഴയ നോട്ടാട്ടോ. ഇത് ഫുള്ളായി നമ്മൾ വേറെ നോട്ട് എടുത്ത് പുതിയ നോട്ട്. ഒരു രാത്രി അവിടെ കഴിച്ചിട്ട് മൊത്തത്തിലൊരു ഇരുട്ട് പോലെ ഉണ്ടല്ലോ. നമുക്ക് ആദ്യം ക്രിസ്ത്യൻ്റെ ക്യാരക്ടർ സ്കെച്ചൊക്കെ നോക്കാം. അപ്പോൾ ഗൈസ് ക്യാരക്ടർ സ്കെച്ചൊക്കെ ഞാൻ അവിടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം ഉണ്ട് ക്യാരക്ടർ സ്കെച്ച്. അപ്പോൾ അതാ ഞാൻ അവിടെ അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് എന്താണ് ഇംഗ്ലീഷും ഒരു ചാപ്റ്റർ പഠിക്കൽ കഴിഞ്ഞു. സ്കൂൾ ഫോർ സിമ്പതി എന്ന ചാപ്റ്റർ പഠിക്കൽ കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ 3 ചാപ്റ്റേഴ്സ് പഠിച്ചു. സാൻസ്ക്രിറ്റ് 2 ചാപ്റ്ററും ഇംഗ്ലീഷ് ഒരു ചാപ്റ്റർ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഞാൻ എന്തായാലും ഇനി ഫുള്ള് പഠിപ്പാണ്. എക്സാംസ് ആയതുകൊണ്ട് ഫുള്ള് പഠിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ നമുക്കുള്ളൂ. അപ്പം എല്ലാവർക്കും ആനുവൽ എക്സാമൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ ക്ലോസ് ചെയ്താലും വീണ്ടും പഠിക്കാൻ പോകുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും ആനുവൽ എക്സാമൊക്കെ തുടങ്ങിയെന്ന് തോന്നുന്നു. എനിക്ക് ആനുവൽ എക്സാം 24-ാം തീയതിയാണ് തുടങ്ങിയത്. ആദ്യം പറഞ്ഞല്ലോ. ചെറിയ ക്ലാസ്സിലൊന്നും തുടങ്ങിയിട്ടുണ്ടാവില്ല, മാർച്ചിലാവും. 8-9 തൊട്ടിട്ടാവും ഫെബ്രുവരിയിൽ തുടങ്ങുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റഡി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സ്റ്റഡി വ്ളോഗല്ല, ഫൈനൽ എക്സാം പ്രിപ്പറേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എനിക്ക് നല്ല മാർക്കോട് കൂടി ഞാൻ പാസ്സാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ എല്ലാവരും ആനുവൽ എക്സാമിൽ നന്നായി പഠിക്കുക, മാർക്ക് വാങ്ങാൻ നോക്കുക, നല്ല മാർക്ക് വാങ്ങാൻ നോക്കുക. ഞാനും പ്രാർത്ഥിക്കാം എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ബൈ ബൈ. പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ആനുവൽ എക്സാം തുടങ്ങിയില്ലെന്നൊക്കെ നിങ്ങൾ കമൻറ്റിലും പറയണം. ഓക്കെ, സോ ബൈ 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 ബൈ. രണ്ടാമത്തെ ബൈ ആണ്. സോറി.